ഈ പള്ളിയുടെ ഒരു സ്ഥലം നാഷണൽ ഹൈവേ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അക്വയർ ചെയ്ത് പോയി. ഭൂമി അക്വയർ ചെയ്യുമ്പോൾ നല്ല തുക നഷ്ടപരിഹാരമായിട്ട് കിട്ടും. ഇവിടെയും കിട്ടി. ചെറിയ സംഖ്യ ഒന്നുമില്ല. 2,76,00,000, 44,000 രൂപ. അതായത് 2.25 കോടിയിലധികം രൂപ ഈ പള്ളി കമ്മിറ്റിക്ക് പള്ളിയുടെ വസ്തുവകകൾ സർക്കാർ അക്വയർ ചെയ്തതിന് നഷ്ടപരിഹാരമായിട്ട് ലഭിച്ചു. ഈ നഷ്ടപരിഹാരമായ സംഖ്യയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ജമാഅത്ത് ഇസ്ലാമിക്കാർ ഈ പള്ളിയുടെ പേരിനോട് സാദൃശ്യമുള്ള വേറൊരു ട്രസ്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ തെറ്റിദ്ധരിപ്പിച്ച് പ്രമാണത്തിൽ ഒപ്പിടിച്ച് ചെക്ക് ഒപ്പിടിച്ച് ഇത് ട്രസ്റ്റിലേക്ക് മാറ്റി. ചുരുക്കി പറഞ്ഞാൽ പള്ളിക്ക് നഷ്ടപരിഹാരമായി കിട്ടിയ 2.25 കോടി രൂപ ജമാഅത്ത് ഇസ്ലാമിക്കാർ തൊണ്ട തൊടാതെ മുണുങ്ങി, തൊണ്ട തൊടാതെ വിഴുങ്ങി. ഇതാണ് ചെയ്തത്. അത് നാട്ടുകാരെ അറിഞ്ഞു പിടിച്ച് ലേളയായിട്ട് വന്നു, സമരം തുടങ്ങി. മലയാള മനോരമയായിട്ട് മാതൃഭൂമിയായിട്ട് ഇത് സംബന്ധിച്ച വാർത്തകളൊന്നും കൊടുക്കുകയില്ല. കാരണം സാമുദായിക സൗഹാർദ്ദം ഇല്ലാണ്ട് അവിടെ അവർ സമ്മതിക്കില്ല. നാട്ടുകാരെ സമരം ചെയ്യാം. അത് ഈ സുന്നി സംഘടനകളെ ഏറ്റുപിടിച്ചു. മാർക്സിസ്റ്റ് പാർട്ടി ധാർമ്മികമായൊരു പിന്തുണ കൊടുത്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.